ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം എന്ന 38-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും കർത്താവിന്റെ നാമത്തിലെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ വരവിന്റെ ആ കാലയളവിനെ പറ്റി രാഷ്ട്രീയ ലക്ഷണങ്ങൾ, ചില ചരിത്ര സത്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ലോക രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗതിവിഗതികളെ കുറിച്ച് അനേക വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും പ്രവാചകന്മാർക്ക് വർഷങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവചന സത്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ഈ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ലോകം മുഴുവൻ രാജാക്കന്മാരുടെ ദുർഭരണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകാധിപത്യ ഭരണമായിരുന്നു. എഗസ്കേൽ വിളിച്ചു പറയുന്നു, രാജവാഴ്ചയ്ക്ക് തിരശീല വീഴും. ഒരിക്കൽ രാജവാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനാധിപത്യ സംവിധാനം ലോകജനത്തിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ജനാധിപത്യ ഭരണം എന്താണെന്ന് പോലും അവർക്കറിയാതിരുന്ന കാലയളവിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു. എഗസ്കേൽ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്: യഹോവയെ കർത്താവേ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ വാക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ, തൻ്റെ വാക്കല്ല. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. ആരാ? ദൈവം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. അടുത്ത പറഞ്ഞ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഇന്ന് ജനാധിപത്യം നടക്കുന്നത് അങ്ങനല്ലേ? അടുത്തത് പറയുന്നത് ഒരു വാക്ക് 3 പ്രാവശ്യം പ്രവാചകനോട് ദൈവം വിളിച്ചു പറയുന്നു: ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതിരിക്കും. ആരാണ് അവകാശമുള്ളവൻ? നമ്മുടെ മശിയ രാജാവായിട്ട് വരുന്ന അവകാശമുള്ളവൻ ഉള്ളിടത്തോളം കാലം രാജഭരണം മാറിപ്പോകും. BC 600-നോളം അടുത്ത കാലയളവിൽ യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ് കേൾക്കണമേ. 13:18 നീ രാജാവിനോടും രാജമാതാവിനോടും താഴെ ഇറങ്ങിയിരിപ്പീൻ. നിങ്ങളുടെ ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്ത് വീണിരിക്കുന്നു എന്ന് പറയുക. വീണിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നീക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടും കൂടെ ലോകത്തിലെ കുറച്ച് രാജ്യങ്ങൾ ഒഴികെ വലിയ വലിയ രാജ്യങ്ങൾ, ലോകത്തിലെ വലിയ രാജ്യങ്ങൾ എല്ലാം രാജഭരണം മാറി ജനാധിപത്യ ഭരണം ആയിരിക്കുന്നു.
1970 ലോകത്തിലെ ഭൂരിഭാഗവും രാജവാഴ്ച അവസാനിപ്പിച്ച് ജനാധിപത്യ വ്യവസ്ഥയുടെ സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പ്രവചനം അന്ത്യകാലത്തെ അത്ഭുതമായി നിറവേറുന്നു. നാം ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ ഈ തലമുറയിലാണ് ബൈബിൾ പ്രവചനങ്ങൾ എല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പ്രവചനങ്ങളെല്ലാം നിറവേറി കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ അവൻ വരും. എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം, യേശുവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭീമമായ നഷ്ടം, നികത്താൻ പറ്റാത്ത നഷ്ടമായിരിക്കും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ലോകത്തിൽ നേടാവുന്ന ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നല്ലൊരു അവസരമാണ്. നിങ്ങളൊരു പക്ഷേ രോഗികളോ അതുപോലെ മനസ്സിൻ്റെ പ്രയാസങ്ങളോ ആകുല ചിന്തകളോ ഉള്ളവരായിരിക്കാം. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. 119 സങ്കീർത്തനം 89 വാക്യം വായിക്കുമ്പോൾ, ഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഏതെല്ലാം പ്രയാസമുണ്ടെങ്കിലും നസറേയ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് അവരുടെ സങ്കടങ്ങൾ അറിയിക്കുമ്പോൾ, അവരുടെ ഭാരങ്ങൾ അറിയിക്കുമ്പോൾ സൗഖ്യമാക്കും ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കണമേ. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലാസ് മുഖേന യേശുവിനെ അറിയുവാൻ അവസരം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.